നിത്യജീവന്റെ പാത. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. നിത്യജീവന്റെ പാത. ക്രൂശിതനായ ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമാണ്. ദൈവത്തിൻ്റെ കൃപയാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരിക. അഥവാ പാപമില്ലാത്തവൻ മനുഷ്യർക്ക് വേണ്ടി പാപമായി തീർന്നു. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ സഹനത്തിന് പുതിയ മാനങ്ങൾ നൽകി. അപൂർവ ചില വ്യക്തികൾക്ക് കർത്താവ് തൻ്റെ സഹനത്തിൽ പങ്കുകാരാകുവാൻ ഭാഗ്യം നൽകുകയും മാമോദിസായിലൂടെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട അവർക്ക് തങ്ങളുടെ ജീവിതങ്ങളിലെ രോഗപീഠകളായാലും മറ്റെന്ത് പീഡകളായാലും സഹിച്ച യേശുവിനോടുകൂടി സഹിക്കുവാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇതാ ഇടുക്കിയിലെ കൊച്ചുതോവാള എന്ന സ്ഥലത്ത് നിമിൽ എന്ന പെൺകുട്ടി 18 വയസ്സ് മുതൽ ഇക്കാലം അത്രയും രോഗപീഠകളാൽ പീഡിപ്പിക്കപ്പെടുന്നവൾ, പലപ്പോഴും അസഹനീയമായ വേദനയുടെ നടുവിലും സഹിക്കുന്ന ഈശോയുടെ സാന്നിധ്യവും സഹിക്കുന്ന യേശുവിനോടുള്ള അവളുടെ മനസ്സിൻ്റെ ഐക്യവും 11 മാസത്തോളം പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പോലും അസ്വസ്ഥതയോ ആകുലതയോ പരിദേവനങ്ങളോ നിരാശയോ ഉത്കണ്ഠയോ ഇല്ലാതെ തന്നെ സമീപിക്കുന്നവരുടെ മുമ്പിൽ പ്രത്യാശയുടെ മകുടോദാഹരണമായി മാറിയ നിമിലിൻ്റെ പക്കലേക്ക് നമുക്ക് പോകാം. ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് കൊച്ചുതോവാളയിലുള്ള നിമിൽ കാവിൽപുരയിടത്തിൽ എന്ന 27-കാരി പെൺകുട്ടി തൻ്റെ പുഞ്ചിരിച്ച മുഖവുമായി ഒട്ടേറെ വേദനകളെ സസന്തോഷം സ്വീകരിക്കുന്നു. തൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നവരോട് ഒരു പക്ഷേ നിമിൽ പറയുന്ന മറുപടി ഈശോ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതായിരിക്കും. അതിനർത്ഥം അവൾ ഏറെ വേദനകൾ അപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ക്രൂശിതനായ ഈശോയെ ഏറെ സ്നേഹിക്കുന്ന നിമിലിൻ്റെ പക്കൽ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖത്ത് ചുംബിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനോഹരമായ ചിത്രമുണ്ട്. അവൾ ഏറെ സംതൃപ്തിയോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ ചിത്രം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ക്രൂശിതനായ ഈശോയെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ സഹനത്തിൽ പങ്കുപറ്റുക എന്നതാണെന്നും ആ ഈശോയുടെ സ്നേഹം സഹനമല്ലാതെ മറ്റൊന്നല്ല എന്നുമുള്ള വലിയ തിരിച്ചറിവാണ് അവളുടെ മുഖത്തെ സ്ഥായിയായ പുഞ്ചിരിയുടെ രഹസ്യം. 9 വർഷങ്ങൾക്കു മുമ്പ് +2 വിദ്യാർത്ഥിനിയായിരിക്കെ ഒരു നഴ്സിന് പറ്റിയ കയ്യബദ്ധം അത് നിമിലിനെ കിടപ്പ് രോഗിയാക്കി മാറ്റി. മസിലിന് വയ്ക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ നെർവിൽ കയറിയപ്പോൾ അത് അവളുടെ ശരീരം തളർന്നു പോകാൻ കാരണമായി. അവിടുന്നിങ്ങോട്ട് വർഷങ്ങൾ നീണ്ട യാതനകൾക്ക് പറയുവാനുള്ളത് ഒരു ശുദ്ധീകരണത്തിൻ്റെ കഥയാണ്. കനകം കനലിൽ ശുദ്ധീകരിച്ചെടുക്കുന്നതുപോലെ തനിക്കു വേണ്ടപ്പെട്ട ആത്മാവിനെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ശുദ്ധീകരിച്ചെടുത്ത ദൈവസ്നേഹത്തിൻ്റെ കഥ. വല്യച്ചാച്ചനും വല്യമ്മച്ചും ഡാഡിയും അമ്മയും പിന്നെ ഒരനിയത്തി ഒരനിയനുണ്ട്. അതെൻ്റെ കുടുംബം. ഈ വീട്ടിൽ എന്നെക്കാളും ഞാൻ നോക്കിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് സഹനങ്ങൾ കൂടുതൽ ഈശോ കൂടുതൽ അവരെയാ സഹനത്തിൽ കൂടെ സ്നേഹിക്കുന്നത്. കാരണം എനിക്കിങ്ങനെ കിടന്നാൽ മതി, ശരീരത്തിൽ സഹിക്കുന്നു. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ വിധത്തെയും സാമ്പത്തികം അവരുടെ കടമകൾ അവരുടെ ആ അവസ്ഥയിലൊക്കെ ഒത്തിരി സഹനങ്ങളിൽ കൂടിയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഡാഡിയും മമ്മയും അവർക്ക് ശരിക്കും അവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്നെ നോക്കാനുള്ള ആരോഗ്യം അങ്ങനെ ഒന്നുമില്ല. അവർക്കും അസുഖങ്ങളും വേദനകളൊക്കെ ഉള്ള, അവർക്ക് വർഷങ്ങളായിട്ട് രണ്ടുപേരും വയ്യാത്ത. പക്ഷേ ഈശോയുടെ ആ കൃപ കൊണ്ട്, ഈശോ കൊടുക്കുന്ന ആ ശക്തിയും ബലം കൊണ്ട് അവരെന്നെ ശുശ്രൂഷിക്കുന്നു. ബലഹീനതയിലെ ഈശോയുടെ ശക്തി വെളിപ്പെടുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ കുടുംബം. കാരണം എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ആരോഗ്യവും സമ്പത്തും അറിവും എല്ലാ മേഖലകളിലും ഉയർന്ന ഒരവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കിട്ടാത്ത ആ സന്തോഷവും സമാധാനവും ഇപ്പം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം ലോകത്തിൻ്റെ ആ ഒരു രീതിയിൽ ആത്മീയമായിട്ടല്ല ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലും എല്ലാ ഞെരുക്കങ്ങളിൽ കൂടെ വിഷമങ്ങൾ
അങ്ങനെ വിഷമങ്ങളിൽ കൂടെ മാത്രമേ പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു തകർച്ചയുടെ ഒരു ഇതായിട്ടാണ് പെട്ടെന്ന് എല്ലാവർക്കും തോന്നുള്ളൂ. പക്ഷേ ഈ വേദന ഒരു വശത്ത് നിൽക്കുമ്പം അതിനേക്കാൾ ഇരട്ടി സന്തോഷവും എന്നാ ആനന്ദവും ഒത്തിരി ഇത് ദൈവം തരുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നിമിലിന് വിലപ്പെട്ട ബോധ്യങ്ങളായി മാറുകയായിരുന്നു. അറിവുകളും കഴിവുകളും ഒന്നുമല്ലാതായപ്പോഴും, ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അകന്നപ്പോഴും, കുടുംബം മുഴുവൻ സഹനത്തിന്റെ തീച്ചൂളിയിൽപ്പെട്ടുരുകുമ്പോഴും, സാമ്പത്തിക പ്രശ്നങ്ങൾ വീർപ്പുമുട്ടിച്ചപ്പോഴും, കൊടും വേദനയുടെ അനുഭവങ്ങൾ തുടരെ തുടരെ കടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴുമെല്ലാം അവൾ വിലപിടിച്ച ബോധ്യങ്ങളിലൂടെ വളരുകയായിരുന്നു. തന്റെ ഒന്നുമില്ലായ്മയാണ് ദൈവസന്നിധിയിൽ ഏറ്റവും അഭികാമ്യമെന്ന തിരിച്ചറിവിലേക്ക് വളരാൻ ഏറെ അനുഭവങ്ങളിലൂടെ അവൾക്ക് കടന്നുപോകേണ്ടി വന്നു. ഒടുവിൽ ഈ ലോകത്തിനു മുന്നിൽ ജീവിക്കുന്ന സന്ദേശമായി കുരിശിനോട് ചേർന്ന് നിലനിൽക്കുമ്പോൾ ഏറ്റവും വലിയ സൗഖ്യത്തിന്റെ ബോധ്യത്തിലേക്കും അവളെത്തി. ആയിരിക്കുന്ന അവസ്ഥയെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയാണ് ഏറ്റവും വലിയ സൗഖ്യമെന്ന തിരിച്ചറിവാണ് അവളെ സുഖപ്പെടുത്തിയത്. ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. 2 Korinthos 12:10. ശരീരത്തിൽ നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട്, അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആ വേദന എന്നെ തളർത്തുന്നില്ല, സഹിക്കാൻ ശക്തി കിട്ടുന്നുണ്ട്. മസിൽസ് ഇങ്ങനെ ചുരുങ്ങിയിട്ട് തെന്നി മാറാം, അപ്പം ഭയങ്കര സൗണ്ടും കേൾക്കാം, അതുപോലെ പെയിനുമാണ് ഈ ഹിപ്പ് തെന്നി മാറുമ്പോൾ. പക്ഷേ ആ വേദനയിലും എനിക്ക് കാര്യം അങ്ങനത്തെ അസ്വസ്ഥതകളായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ മനസ്സിങ്ങനെ തോന്നി എന്നാണ് വേദന സഹിക്കണം. ആധ്യാത്മികമായിട്ടുള്ള ആ ബോധ്യങ്ങളൊന്നും അന്നേരമൊന്നും ഇല്ലായിരുന്നു. എന്നാണ് വേദന സഹിക്കണം, അപ്പം അത് സന്തോഷത്തോടെ സഹിക്കുകയാണെങ്കിൽ അത് കൂടെ നിൽക്കുന്നവർക്ക് ആശ്വാസം. അതേസമയം ഞാൻ കരഞ്ഞു ഇത് ആ വേദന സഹിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് അപ്പടി വിഷമമാകും. എനിക്ക് അങ്ങനത്തെ വേദനയുടെ കാര്യത്തിൽ കരയും അങ്ങനത്തെ ഇതൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് ആ ചിരിച്ചുകൊണ്ട് സഹിക്കുമ്പോൾ ഒരു മറ്റുള്ളവർക്കാണെങ്കിലും ഒരു ആശ്വാസമായിരുന്നു. ഇപ്പം ഇഞ്ചക്ഷനൊക്കെ എടുക്കാനാണ് വെയിനൊന്നും ആ സമയത്ത് കിട്ടത്തൊന്നുമില്ലായിരുന്നു. അപ്പം കയ്യിലും കാലയിലും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രാവശ്യം കുത്തുമ്പോഴാ കിട്ടുന്നത്. അന്നേരം അവർ നേഴ്സുമാർ പറയും ഞാൻ ഈ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെൻ്റെ കഴിവല്ല കേട്ടോ, ഈശോ തന്ന ഒരു കൃപയാ. അന്നേരം നീ കരയുവാണെങ്കിൽ ഞങ്ങൾക്ക് കുത്താൻ തോന്നിക്കും, ഇത് ഈ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 അല്ല 2 കൂടുതൽ കുത്താൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ ഉള്ളം കയ്യിലൊക്കെ ആയിരിക്കും കുത്തേണ്ടി വന്നത്. പക്ഷേ ആ ഓരോ വേദന വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഈശോ തരുന്ന ഈശോ ആണി തറച്ചപ്പോൾ അപ്പം അത്രയും വലിയ ആണി ഈശോയുടെ കൈ കയറുമ്പോൾ എന്തൊരു വേദന. അപ്പം എനിക്ക് ചെറിയ സൂചി കയറുന്ന ഒരു വേദനയല്ലേ ഉള്ളൂ. അപ്പോൾ അത് അന്നേരം ആ ഈശോയുടെ സഹനം ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. അപ്പോൾ ആ സമയത്ത് തന്നെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ പറഞ്ഞു തരുമായിരുന്നു. ഈ സഹനങ്ങൾ ഓരോന്നും കാഴ്ചവെക്കാൻ പറയുമായിരുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കും പാപികളുടെ മാനസാന്തരത്തിനും എൻ്റെ തന്നെ വിശുദ്ധീകരണത്തിനും കുടുംബത്തെ അങ്ങനെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പീഡകളോട് ചേർത്ത് സമർപ്പിക്കാൻ പറയും. അപ്പോൾ അതെനിക്ക് സന്തോഷമാണ്. വേദന വരുമ്പോൾ അത് സ്വീകരിക്കാൻ ഇങ്ങനെ കാഴ്ചവെക്കാൻ ഇഷ്ടം. മമ്മി മാത്രം നോക്കുന്ന മാത്രം അംഗീകരിക്കാൻ പറ്റാണ്ട് വന്നു. പക്ഷേ അതെന്നെ മമ്മിയായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഇതിലാണ് എനിക്ക് അങ്ങനെ ഒരു കാരണം ഡാഡിയോടെ ആയിരുന്നു കൂടുതലും ബന്ധവും സ്നേഹവും ഒക്കെ. പക്ഷെ അമ്മയുടെ വില അതുവഴി പരിശുദ്ധ അമ്മയുടെ മഹത്വം എനിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. മമ്മിയോട് അടുപ്പില്ലാത്തതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് എനിക്ക് അത്ര ആ അമ്മയുടെ മാതൃസ്നേഹം അത്ര അറിയത്തില്ലായിരുന്നു. തനിക്കേറ്റവും പ്രിയപ്പെട്ട പുഷ്പത്തെ അടർത്തിയെടുത്തു സ്വന്തമാക്കുന്ന ഒരു തോട്ടക്കാരനെ പോലെ തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ആത്മാവിനെ അവരുടെ ഏറ്റവും നല്ല പ്രായത്തിൽ സ്വന്തമാക്കുന്ന ഈശോയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ എപ്പോഴും ആട്ടിടയൻ്റെ ഒക്കത്തിരിക്കുന്ന കുസൃതിയായ ആട്ടിൻകുട്ടിയുടെ മനോഭാവമാണ് അവൾക്ക്. പക്ഷേ സഹനമാകുന്ന പാഠപുസ്തകത്തിലെ അധ്യായങ്ങൾ നിമിലിനെ ഏറെ പഠിപ്പിച്ചു. 9 ശസ്ത്രക്രിയകളും ഇഞ്ചക്ഷന് വെയിൻ കിട്ടാത്ത അവസ്ഥകളും ഇടുപ്പ് തെന്നിമാറുന്ന അവസ്ഥയും തുടങ്ങി അനവധി സഹനങ്ങൾ. ഏറെ നാളുകളായി മറ്റൊരു പ്രത്യേകമായ അനുഭവവും ഇവളുടെ സഹന സമർപ്പണങ്ങൾക്കൊപ്പമുണ്ട്. മിക്കവാറും ദിവസങ്ങളിലും
ഉച്ച കഴിഞ്ഞാൽ വലിയ പാരവശ്യം നിമിലിന് അനുഭവപ്പെടുന്നു. ഇടുക്കിയിലെ തണുപ്പുള്ള അന്തരീക്ഷത്തിലും പൊള്ളുന്ന ചൂടിലെന്നവണ്ണം അവൾ ഉരുകുന്നു. അത് പെട്ടെന്ന് കടുത്ത തണുപ്പായി മാറും. മറ്റു ചിലപ്പോൾ മസിലുകൾ കോച്ചിപ്പിടിച്ച് വേദനയാൽ പുളയും. മണിക്കൂറുകൾ നീളുന്ന ഈ നിസ്സഹായ വേളയിൽ അവളെ ശുശ്രൂഷിക്കാൻ കുടുംബാംഗങ്ങളെല്ലാം ഒപ്പമുണ്ടാകും. ചൂട് തോന്നുമ്പോൾ ഫാനുകൾ ചേർത്തു പിടിച്ച് തണുപ്പിക്കുവാനും, തണുപ്പനുഭവപ്പെടുമ്പോൾ പുതപ്പിച്ച് കിടത്തുവാനും, മസിൽ കോച്ചിപ്പിടിക്കുമ്പോൾ അതിനുവേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാനും രാത്രി 1 മണിയോ 2 മണിയോ വരെ ഉറക്കമുളച്ച് ഈ കുടുംബാംഗങ്ങൾ കൂടെയിരിക്കും. ചില ദിവസങ്ങളിൽ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങിയാൽ രാത്രി തന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടും. ഇങ്ങനെ നിമിലിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സഹനങ്ങൾ പലപ്പോഴും വർണ്ണനാതീതം. തൻ്റെ രോഗങ്ങളെയും ദുർബലാവസ്ഥകളെയും അവൾ ഏറ്റവും അധികം സ്നേഹിക്കാനുള്ള കാരണങ്ങൾ പലതാണ്. വയ്യാതിരിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതുപോലെ ഈശോ ഈ അവസ്ഥയിൽ തന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന നിമിലിൻ്റെ വാക്കുകളിൽ ആത്മസംതൃപ്തി പ്രകടമാണ്. ഈശോയും താനും ഒന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ തൻ്റെ വേദനകൾ അവിടുന്ന് ഏറ്റെടുക്കുന്നു എന്ന തിരിച്ചറിവിൽ നിരാശയുടെ അവസ്ഥയിലേക്ക് നിബദിക്കാതെ ഓരോ നിമിഷവും തന്നെപ്പോലെയോ അതിലധികമോ വേദന സഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന നിമിലിന് ഒരു വലിയാഴ്ചയിൽ തൻ്റെ സഹനത്തോട് ചേർന്നു നിൽക്കുവാനുള്ള ഒരു സവിശേഷമായ കൃപയും ഈശോ നൽകി. അത്ഭുതകരമായ ആ അനുഭവത്തോടെ തൻ്റെ സഹനത്തിനു പിന്നിലെ ദൈവിക പദ്ധതിയുടെ തീഷ്ണത അവൾ തിരിച്ചറിഞ്ഞു. 5 വർഷം മുമ്പ് എൻ്റെ ഒരു സർജറി കഴിഞ്ഞിങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് ഇവിടെ ചെസ്റ്റ് തൊട്ട് താഴെ വരെയും പ്ലാസ്റ്റർ ഇട്ട് കിടക്കും. അപ്പോൾ ഒന്നും അനങ്ങാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥ. പിറ്റേ ദിവസം 40-ാം വെള്ളിയാഴ്ച അന്ന് ഉണ്ടായിരുന്ന വികാരി അച്ഛന് കുര്യാക്കോസ് അച്ഛനെ വിശുദ്ധ കുർബാനയും കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ഈശോയുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയുമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന സമയം അന്നേരം ഈശോയോട് ഞാൻ ചോദിച്ചു, ഈശോയെ നീ ആ കുരിശിൽ എങ്ങനെയാണ് കിടന്ന് ആ പുറമൊക്കെ പൊട്ടി ചാട്ട പറഞ്ഞ അദ്ദേഹം മുഴുവൻ മുറിവേറ്റ അവസ്ഥയിൽ. അപ്പോൾ ആ തടിക്കുരിശിൽ ഈശോ കിടക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. അപ്പോൾ അതെങ്ങനെ നിനക്ക് സാധിച്ചു? എന്തുമാത്രം വേദന നീ അനുഭവിച്ച് കാണും. അപ്പോൾ എന്നെ എന്തുമാത്രം ഒരു ഇതിലാണ് നീ കിടത്തിയിരിക്കുന്നത്. ശരിക്കും പ്ലാസ്റ്ററിൻ്റെ അകത്താണ് ഞാനെങ്കിലും ഒരു പട്ടുമത്തെ കിടക്കുന്ന സുഖത്തിലാണ് ഈശോ എന്നെ കിടത്തിയിരിക്കുന്നത്. എനിക്ക് അതിൻ്റേതായ ഒരു വിഷമങ്ങളോ ഒന്നുമില്ല. ഓപ്പറേഷൻ ചെയ്ത ഉടനെ പ്ലാസ്റ്റർ ഇട്ട് ആ മുറിവ് മുട്ടി കിടക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ വേദന ഒന്നും അറിയാനില്ല. അന്ന് എനിക്ക് വൈകിട്ടൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനെ പുറത്ത് ആദ്യം കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദനയായിരുന്നു. അത് പിന്നെ ഇങ്ങനെ കരിങ്കൽച്ചികൾ മുറിവിൻ്റെ അകത്തേക്ക് കുത്തി ഇറങ്ങുന്ന പോലത്തെ അവസ്ഥ. അപ്പം എനിക്ക് മനസ്സിലായില്ല, എന്നാന്ന് മനസ്സിലായില്ല. അപ്പം ഞാനോർത്ത് ഈശോ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിഷമം. ആ ആഴ്ച വെള്ളിയാഴ്ചയാണ്. അപ്പം ഇവിടെ വീട്ടിൽ വലിയച്ചാച്ചനും വല്യമ്മച്ചോടും ഒക്കെ അപ്പം മുറിക്കണമെന്നൊക്കെ ഭയങ്കര ഒത്തിരി വർഷമായിട്ട് ആശുപത്രികളിൽ കൂടിയായിരുന്നു. അപ്പം അങ്ങനെ വലിയ ആഗ്രഹിച്ച് തന്നെ ഇരുന്ന്. പക്ഷേ ഇത് പുറം പൊട്ടുവാണോ എന്നൊരു സംശയം തോന്നി. അങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരികയല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് മനസ്സിന് വിഷമം തോന്നി. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമല്ലോ എന്നോർത്ത്. എന്നിട്ട് ഞാൻ അന്ന് ഇങ്ങനെ ഞെളിവരിയൊക്കെ കൊള്ളുന്നുണ്ട്. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അവരോർത്ത് ചൂടിൻ്റെ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും എന്നോർത്ത് അവരതിനുള്ള ഇതൊക്കെ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്ലാസ്റ്റർ അകത്ത് ഒന്നും കാണാനും പറ്റത്തില്ല എന്നാ പറ്റിയതാണെന്നൊന്നും. അപ്പോൾ അന്നേരം ഞാൻ ഈശോയുടെ സഹനത്തെക്കുറിച്ച്, ഈശോ കടന്നതിനെക്കുറിച്ച് ചിന്തിച്ച്, ശരിക്കും ഈശോയുടെ പീഡകളെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നുള്ള വിശ്വാസം വേറെ. അപ്പോൾ എനിക്ക് അത്രയും ആ വേദന ഈശോ മുറിവേറ്റ് ഇങ്ങനെ ചാട്ടുപാറടിയേറ്റു അങ്ങനെ കുരിശ് കിടന്നു എന്ന് പറഞ്ഞാൽ ആ കിടന്നതിൻ്റെ വിഷമം അറിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് വന്നപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഇത്രയും സുഖത്തിൽ കിടന്നിട്ടും ഈ ബെഡിൽ കിടന്നിട്ടും എനിക്ക് ആ ഒരു ചെറിയ വേദന വന്നപ്പം എനിക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. 3 ദിവസം എന്നാണേലും ആ ഒരു അവസ്ഥയിൽ തന്നെ തുടർന്നു. പക്ഷേ ആ അവസ്ഥയെ അന്നേരം തൊട്ട് എനിക്ക് ഈ ഒരു ബോധ്യം കിട്ടിയപ്പം തൊട്ട് ഈ മുറിവും വേദനയും എനിക്ക് ഭയങ്കര മധുരമുള്ള എന്താ ഒരു അനുഭവം എന്ന് പറയുന്നത് എനിക്ക് പറയാനറിയില്ല. കാരണം ഒരു നല്ല സുഖം, ഒരു തൃപ്തിയായി. ഇത് കാഴ്ചവെക്കുന്തോറും അത് സഹിക്കാനൊരു നല്ല സംതൃപ്തി മനസ്സിന് കിട്ടുന്നുണ്ടായിരുന്നു. മമ്മിയോട് ഞാൻ പറഞ്ഞു, നാളെ ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം, നാളെ കരിയുവാണെങ്കിൽ പോകണ്ട, ഇല്ലെന്നുണ്ട് നമുക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ. എന്നാണേലും പിറ്റേന്നായപ്പം
കരിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അവിടെ ഈശോയുടെ അടയാളമായിട്ട് അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു വലിയ വട്ടത്തിലായി മുറിവ്, അത് ഒരു കുഴിഞ്ഞ ആ രീതിയിൽ അത് കിടക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പൊട്ടിയതെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു തന്നെ അവിടെ പൊട്ടിയിട്ട് അന്നേരം പ്ലാസ്റ്ററിൻ്റെ അകത്തല്ല മരുന്നൊന്നും പറഞ്ഞു. അന്നേരം ചോദിച്ചു അതെങ്ങനെ കരിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു സാധാരണ മരുന്ന് ചെയ്താൽ പോലും കരിയാൻ പാടുള്ള ഭാഗമാണ്. പിന്നെ ബെഡ് സോറ് വന്നാൽ സാധാരണ അവിടെ അല്ല പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ഈശോ എനിക്ക് ആ ഈശോയുടെ സഹനത്തിൻ്റെ ആ ഒരു അടയാളം, ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു അടയാളം മുറിവിൻ്റെ ആഴം എനിക്ക് തന്നു. എൻ്റെ ചെറുതായിട്ടേ തന്നേ ഉള്ളൂ, പക്ഷേ അത് ഈശോയുടെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ തന്നു. ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും സമർപ്പണം ഏറെ അത്ഭുതകരമാണ്. തൻ്റെ ജീവിതത്തിലെ സവിശേഷമായ അനുഭവങ്ങൾ ഒരു ശക്തമായ ദൈവവിളിയാണെന്ന തിരിച്ചറിവിൽ ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ എല്ലാ മഹത്വത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നിമിൽ ഈ അവസ്ഥയെ സമീപിക്കുന്നു. ഒപ്പം ഈ കുടുംബാംഗങ്ങളേവരും അതിനെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവളുമായി സഹകരിക്കുന്നു. തങ്ങളുടെയും കൂടി ആരോഗ്യത്തെയും സമ്പത്തിനെയും സമയത്തെയും മുഴുവൻ നിമിലിനുമേലുള്ള ദൈവഹിതത്തിന് ഉപോദ്ബലകമാക്കി അവർ മാറ്റിയിരിക്കുന്നു. തൻ്റെ അനാരോഗ്യകരമായ അവസ്ഥകളെ മറികടന്നുകൊണ്ട് മകളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവളെ കൈകളിലേന്തി കൊണ്ടു നടക്കുന്ന അപ്പനും എല്ലാ സഹായങ്ങൾക്കും എല്ലാ നിമിഷവും കൂടെയായിരിക്കുന്ന അമ്മയും പ്രത്യേക കൃപാവരം സ്വീകരിച്ചവരാണ്. ഈ കുടുംബാംഗങ്ങൾ ഇന്നുവരെ നിമിലിനെ ഓർത്ത് വിലപിച്ചിട്ടില്ല. തങ്ങളുടെ ദുരവസ്ഥയെ പഴിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്കും അനാവശ്യ സഹതാപ വാക്കുകൾക്കും ചെവി കൊടുത്തിട്ടില്ല. എങ്കിൽ അതിനു കാരണം വളരെ മുമ്പേ തന്നെ ഈ അനുഭവങ്ങൾക്കായി അവർ ഒരുക്കപ്പെട്ടിരുന്നു എന്നത് മാത്രമാണ്. തൻ്റെ എല്ലാ വേദനകളെയും ഈശോയും മറ്റെല്ലാ കുറവുകളെയും കുടുംബാംഗങ്ങളും ഏറ്റെടുക്കുന്ന ഈ സാഹചര്യത്തിൽ തൻ്റെ ദൗത്യം എന്താണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഈശോയുടെ നിസ്സീമമായ സ്നേഹം നുകർന്നുകൊണ്ടിരിക്കുന്ന തനിക്ക് അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കേണ്ട ദൗത്യമാണുള്ളത് എന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ അവരെ ആയിരിക്കുന്ന അവസ്ഥ അവരെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും പറ്റുമ്പോഴേ എൻ്റെ ഈ ജീവിതം മൂല്യമുള്ളതാകുള്ളൂ, അല്ല എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ അവരായിരിക്കുന്ന അവസ്ഥയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റി. എനിക്ക് അന്നേരം ഒരു ബോധ്യം കിട്ടി. എനിക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ ഓരോ അനുഭവത്തിൽ കൂടെ ഈശോ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് ഈ ലോകത്തിൻ്റെ മുഖ്യ പ്രശ്നം സ്നേഹത്തിൻ്റെ കുറവാണ്. അപ്പം ഈശോയുടെ സ്നേഹം എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിയാൽ ഒത്തിരി പേര് ഈശോയിലേക്ക് മടങ്ങി വരും. കാരണം സ്നേഹത്തിൻ്റെ കുറവുകൊണ്ട് എല്ലാവരും മിക്കവരും തന്നെ വഴിതെറ്റിപ്പോകുന്നു, അനുസരണയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. എനിക്ക് അമ്മയുടെ സ്നേഹത്തിൽ കുറവ് വന്നപ്പോഴാണ് ഞാൻ കൂട്ടുകാരുടെ സ്നേഹത്തിലേക്ക് പോയത്. പക്ഷെ ആ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ എനിക്ക് അമ്മയുടെ ആ സ്നേഹം തിരിച്ചറിയാൻ പറ്റി. അപ്പോൾ ഈശോയുടെ സ്നേഹം സാർത്ഥതയില്ല. അപ്പോൾ ഈശോയുടെ സ്നേഹം എന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്നിൽ കൂടെ മറ്റുള്ളവരിലേക്ക് ഈശോ ഒഴുക്കുക. അപ്പോൾ അതൊരു സാർത്ഥതയില്ലാത്ത സ്നേഹം, അതായത് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടുള്ള സ്നേഹം ആകില്ലത്. അപ്പം മറ്റുള്ളവരിൽ നിന്ന് സ്നേഹത്തിൻ്റെ കുറവ് വന്നാലും അതൊരിക്കലും മുറിപ്പെടുത്തത്തില്ല. ഇങ്ങനെ ഒത്തിരി വേദനിക്കുന്നവരെ ഈശോ അടുക്കിലേക്ക് വിടും. അപ്പോൾ എനിക്ക് ഈ ഒരു വേദന ഉണ്ടായിരിക്കുന്ന കാരണം അവരുടെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരറിയാതെ തന്നെ, ഞാനും ഒന്നും അറിയത്തില്ല, പക്ഷെ സംസാരിക്കുന്ന ഇടയ്ക്ക് അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അതേ അവസ്ഥകളിൽ കൂടി ഈശോ കടത്തി എന്നെ വിടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ അവരുമായിട്ട് ഒന്നും പറഞ്ഞില്ല പോലും അവരെ കേൾക്കാനായിട്ട് എന്നെ ഈശോ ഉപയോഗിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ അവരിലേക്ക് ഈശോയുടെ സ്നേഹവും സമാധാനവും ഈശോ ഒഴുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ആരും കേൾക്കാൻ സമയമില്ലാത്ത കാലം. അപ്പോൾ എന്നെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഇങ്ങനെ ഈശോയുടെ ഒരു ഉപകരണമായിട്ട് നിന്ന് കൊടുക്കാൻ പറ്റിയ ഈശോയ്ക്ക് ഒത്തിരി പേരെ ഈശോയ്ക്ക് വേണ്ടി നേടാൻ പറ്റും. ഓരോരുത്തരും ഓരോ ശുശ്രൂഷയല്ലേ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഈശോ എനിക്ക് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്നെ ഒന്നിനും ശരീരത്തിൽ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഒന്നിനും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നിയാലും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് കേൾക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ്. മറ്റുള്ളവരുടെ വിഷമം അവരെ ആ വേദനയെ പങ്കുചേരാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദിവ്യകാരുണ്യമാണ് തൻ്റെ ആത്മീയവും ഭൗതികവുമായുള്ള ആരോഗ്യത്തെ നിലനിർത്തുന്നതും പോഷിപ്പിക്കുന്നതും എന്ന വലിയ തിരിച്ചറിവും
ഈ കാലയളവിനുള്ളിൽ നിമിലിന് ലഭിച്ചു. വർഷങ്ങളായി ദിനവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള പ്രത്യേക അനുഗ്രഹവും അവൾക്കുണ്ട്. നിമിലിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന അവളുടെ ആത്മീയ ഉപദേഷ്ടാവ് കൂടിയായ വികാരിയച്ഛൻ പതിവായി വിശുദ്ധ കുർബാനയുമായി എത്തുന്നു. എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം കുർബാന മുടങ്ങിയാൽ അത് അവളുടെ ഭൗതികമായ ആരോഗ്യത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥത്താൽ വിശുദ്ധ കുർബാന അവളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായി മാറിയ അനുഭവവുമുണ്ട്. അൽഫോൻസാമയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ച നാളുകളിൽ അമ്മയുടെ മുന്നിലെത്താനിടയായ നിമിൽ തന്റെ ചേച്ചിയായി അൽഫോൻസാമയെ സ്വീകരിച്ചു. അതിന് ഉപഹാരമെന്ന വണ്ണം അവളുടെ ജീവിതത്തിൽ വലിയൊരത്ഭുതവും അൽഫോൻസാമ നേടിക്കൊടുത്തു. അവിടുന്ന് പോകുന്ന വഴി എനിക്ക് അപ്പടി ഛർദിയ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഛർദിക്കും. എന്ത് കഴിച്ചാലും അങ്ങ് ഛർദിക്കും. എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ്. പക്ഷേങ്കിൽ ഈ ഛർദിച്ചിട്ടും എനിക്ക് ക്ഷീണം ഉണ്ടാകുന്നില്ല. ഇത്രയേറെ ഛർദി. ആദ്യമൊക്കെ ട്രിപ്പ് ഇടുമായിരുന്നു. 2-3 ബോട്ടിൽ ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇട്ടിട്ടില്ല. എനിക്ക് വെയിൻ കിട്ടത്തില്ലാത്ത അവസ്ഥ ഒന്നും. അങ്ങനെ അവിടുന്ന് വീട്ടിൽ വന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നേരം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അച്ഛൻ അർളിക്ക കഴുകി ആ സമയത്ത് ഒരു ശകലം വെള്ളം വിശുദ്ധ കുർബാനയുടെ ഒപ്പം തരുന്നുണ്ട്. അത് ഛർദ്ദിക്കുന്നില്ല. അല്ലാതെ ഒരു സ്പൂണായിട്ട് വെള്ളം തന്നാലും ഛർദ്ദിക്കും. ഭക്ഷണം എന്ത് ചെന്നാലും ഛർദ്ദിക്കും. ആദ്യം കുറച്ച് നാൾ നോക്കി, പക്ഷെ പറ്റുന്നില്ല. ഒരു തൊള്ളി പോലും വയറ്റിൽ ചെന്ന് കിടക്കുന്നില്ല. അന്നേരം കയറിപ്പോരുക. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ക്ഷീണമില്ല, ഛർദ്ദിക്കാൻ വരുന്നില്ല. വേറെ കഴിക്കാത്ത ഒരാളെന്ന് തോന്നത്തില്ല. ആ നാളുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയായിട്ട് ശരിക്കും ഞാനും ഈശോയും ഒന്നാകുന്നൊരു അനുഭവമായിരുന്നു. അതിൽ കൂടെ ഒത്തിരി ഇത് ഈശോ പഠിപ്പിച്ചു തന്നു. 11 മാസം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ട്. അപ്പം അതെൻ്റെ ഇതല്ല, എൻ്റെ ബലഹീനതയെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്. ശരിക്കും അത് എനിക്ക് ഒന്നും എൻ്റെ ജീവനെ നിലനിർത്താൻ പറ്റത്തില്ല. വൈദ്യശാസ്ത്രത്തിനാണേലും അവർക്ക് ഒന്നും ചെയ്യാൻ, ട്രിപ്പിടാൻ പറ്റുന്ന അങ്ങനത്തെ ഒന്നും പറ്റാത്തൊരവസ്ഥ. പക്ഷേ വിശുദ്ധ കുർബാനയിൽ കൂടെ തന്നെ ഈശോ എനിക്ക് വേണ്ടുന്ന ആരോഗ്യ ശക്തിയും എല്ലാം, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നോർമലായിരുന്നു. ഒരു ദിവസം അച്ഛനിങ്ങനെ മീറ്റിങ്ങിൽ കോട്ടയത്ത് പോകേണ്ടി വന്നു. അപ്പം 3 ദിവസം, ആദ്യത്തെ ദിവസം തന്നിട്ട് പോയി, 2ാമത്തെ ദിവസം തരാൻ പറ്റുന്നു. അച്ഛൻ അപ്പടി വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞു സാരമില്ല അച്ഛൻ, ഒരു ദിവസമല്ലേ ഉള്ളൂ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം അച്ഛൻ വരുമ്പം തരും. അന്ന് 2ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണമായി. ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, പക്ഷെ വന്ന് കാണുന്നവരെല്ലാം പറയുന്നുണ്ട്. പക്ഷെ മുഖമെല്ലാം വളരെ, അന്നേരം അവർ അച്ഛനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ക്ഷീണമാണ്, അപ്പോഴേ മുഖമെല്ലാം വളരെയിരിക്കുന്നു. അച്ഛൻ വരുമ്പം അച്ഛൻ പറയുന്ന, അച്ഛൻ കാണുമ്പോൾ എൻ്റെ മുഖമെല്ലാം ഒരുമാതിരി രക്തമായി ഇല്ലാണ്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ വിശുദ്ധ കുർബാന തന്നു കഴിഞ്ഞപ്പം നല്ല ഇതായി. അപ്പം അതിൽ നിന്ന് തന്നെ ഈശോയുടെ അതിന് മുമ്പുള്ള അവസ്ഥയും ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ശക്തിയും വ്യത്യാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ബോധം കെടുത്താതൊക്കെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കാം, എനിക്ക് ഭക്ഷണമില്ല, അങ്ങനത്തെ മരുന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു ഇതിൽ അവർ ചിന്തിക്കുമ്പം ഞാൻ ഭക്ഷണം ചെല്ലുന്നില്ല, ബോഡി വളരെ വീക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് ആയിരുന്നെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഇവിടെ സെൻട്രൽ വെയിൻ മാത്രമേ എനിക്ക് കട്ട് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ചെയ്ത്. അതുകൊണ്ടാണ് വെയിൻ കിട്ടാത്തത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാലോ എന്ന് ഓർത്ത് അവരത് ചെയ്യാതിരുന്നത്. അപ്പോൾ സർജറിക്ക് അത് ആവശ്യം വന്നപ്പം ഡോക്ടർമാർ പറഞ്ഞു 4 കുപ്പി ബ്ലഡ് എനിക്ക് കയറ്റണം, എന്നിട്ട് എൻ്റെ ബോഡി ഒന്ന് ഒരു ഇതാക്കിയിട്ടേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സെൻട്രൽ വെയിൻ കട്ട് ചെയ്തു. അന്നേരം ഞാൻ മമ്മിയോട് ഇങ്ങനെ അന്നും ആശുപത്രി അഡ്മിറ്റായി ബ്ലഡ് കയറ്റാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് വഴക്കുണ്ടാക്കി. ഈ 11 മാസം നീ എന്നെ വിശുദ്ധ കുർബാനയെ ജീവിപ്പിച്ചു, അതെനിക്കും അറിയാം. അപ്പം ഒത്തിരി പേരിലേക്ക് അത് ഇത് ചെയ്തു. പക്ഷെ അതിനെന്നാ തെളിവ്? ബ്ലഡ് കയറ്റിക്കഴിഞ്ഞാൽ ഈശോ അല്ലല്ലോ ജീവിപ്പിച്ചത്, ഈശോയുടെ ബ്ലഡാണ് എൻ്റെ ശരീരത്തെ, അതായത് ഈശോയുടെ വിശുദ്ധ കുർബാന ഈശോയുടെ തിരിച്ചടിയും രക്തമല്ലേ എന്നെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു കുറവ് വരാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈശോയോട് വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞപ്പം ബ്ലഡ് എടുക്കാൻ അവർ വന്നു കൗണ്ട് നോക്കാൻ. അത് നോക്കിയപ്പം വേണ്ടുന്നതിലും കൂടുതൽ ബ്ലഡ് എൻ്റെ ശരീരത്തിൽ. അപ്പോൾ ആ 11 മാസം ഈശോ ജീവിപ്പിച്ചതിൻ്റെ തെളിവ്. ദൈവത്തിന് മാത്രം അതിനെ മഹത്വം. മാനുഷികമായ അറിവുകൾക്കും കഴിവുകൾക്കും അപ്പുറം ആത്മീയമായി ഒരു ജീവിതത്തിൽ സമ്പാദിക്കാവുന്നതെല്ലാം
9 വർഷങ്ങൾ കൊണ്ട് നേടിയ ഒരു ജീവിതം. ഈ പെൺകുട്ടിയെ ചുറ്റുമുള്ളവർ വളരെ പ്രതീക്ഷയോടെ വീക്ഷിക്കുന്നു. വൈദികരുടെയും സന്യസ്തരുടെയും ഒരു ഗണം എപ്പോഴും അവൾക്കൊപ്പമായിരിക്കുന്നു. പലതവണ മരണത്തെ അഭിമുഖീകരിച്ച, ഏതു നിമിഷവും മരണം സംഭവിക്കാമെന്ന മുന്നറിയിപ്പ് വൈദ്യശാസ്ത്രം നൽകിയിട്ടുള്ള, എന്നാൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിതത്തെ ആസ്വദിക്കുന്ന നിമിൽ. സഹനങ്ങളും വേദനകളും സ്വീകരിക്കാൻ എനിക്കിനി മറ്റൊരു ജീവിതമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ സഹനത്തിനായി പ്രാർത്ഥിക്കുന്ന നിമിൽ. തൻ്റെ സഹനങ്ങൾ ഈ ലോകത്തിലെ സകല ആത്മാക്കളുടെയും രക്ഷയ്ക്കായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിമിൽ. ഈ സഹനം ലോകത്തിനു മുന്നിൽ രക്ഷയുടെ വാഗ്ദാനമായി കർത്താവ് കനിഞ്ഞു നൽകിയ ദാനമാണെന്ന് തീർച്ച. അപ്പം അടുത്ത നിമിഷം എന്നാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു പേടിയോ അങ്ങനെ ഒന്നുമില്ല. ശരിക്കും ഞാൻ ഈ വിശുദ്ധ കുർബാനയെ ഈശോയോട് ലയിച്ചു ചേരുമല്ലേ, അതേ അവസ്ഥ തന്നെ പൂർണ്ണമായിട്ട് ഈശോയിൽ ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് മരണമെന്ന് മനസ്സിലായി. കാരണം സ്നേഹത്തിൽ ഒന്നാകുക, ആ സ്നേഹവലയത്തിൽ ലയിച്ചു ചേരുക. അതൊരിക്കലും ഒന്നിൽ നിന്നും അകറ്റപ്പെടുകയല്ല, കൂടുതൽ ചേർക്കപ്പെടുക. ബന്ധങ്ങളോടാണേലും ഇപ്പം ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയാലും ഞാൻ ആരിൽ നിന്ന് അകന്നു പോവുകയല്ല. വിശുദ്ധ കുർബാനയെ വീണ്ടും ഈശോയോട് ഒന്നായി മറ്റുള്ളവരോട് കൂടുതൽ ഐക്യപ്പെടുക, മറ്റുള്ളവരെ ഈശോയിലേക്ക് ആയിത്തീരുക. അപ്പം മരണം ഒരു അവസാനമല്ല, മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിത്യജീവനിലേക്ക്, അങ്ങനത്തെ ആ ഒരു ഇതിലേക്ക് പോയി എൻ്റെ ജീവിതം ഈ ലോകത്ത് തീരുന്നതല്ല, ഈ ലോകത്തിൻ്റെതായ ഒന്നും നേടാനോ ആഗ്രഹിക്കാനോ ഉള്ളതല്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ ശരിക്കും ഈശോയെ നമ്മളെ അകറ്റുക ചെയ്യുന്നത്. ഈശോയിൽ അടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ ഈശോ തരും. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പോകാനായിട്ടൊന്നും തടസ്സമില്ല. ബന്ധങ്ങളാണെങ്കിലും ഒന്നും എനിക്ക് തടസ്സമാകാൻ ഈശോ അനുവദിച്ചില്ല. അപ്പോൾ എപ്പോഴും ഈശോയിലോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈശോയിലേക്ക് ചേരണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ആ ഈശോയുടെ ആ പൂർണ്ണതയിലേക്ക് ചേരുന്ന മരണമാണല്ലോ. അപ്പം മരിക്കാനുള്ള അച്ഛൻ എന്നെ അതിനായിട്ട് ഒരുക്കിയായിരുന്നു. അപ്പോൾ അതൊരു വേർപിരിയിലായിട്ട് എനിക്കൊരിക്കലും ഫീൽ ചെയ്തില്ല. ഇന്നും ലോകം തിന്മയുടെ പിന്നാലെ പായുമ്പോഴും ദൈവനിഷേധ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും നീതിമാൻ്റെ സഹനത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നിഷ്കളങ്കയായ നിമിലിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ യേശുവിനോടുകൂടി സഹിച്ചുകൊണ്ട്, സഹനങ്ങളുടെ മധ്യേ ആനന്ദത്തിൻ്റെ അശ്രുകണങ്ങൾ ഒഴിച്ചുകൊണ്ട് നിമിൽ നമ്മുടെ മുമ്പിൽ ഒരു പുതിയ വെളിപാട് തന്നെയായി മാറിയിരിക്കുന്നു. ഇപ്രകാരം ദൈവരഹസ്യങ്ങളുടെ വെളിപാടിന് കർത്താവ് തിരഞ്ഞെടുത്ത നിമിലിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെയും ജീവിതങ്ങളിൽ ഇപ്രകാര സാഹചര്യങ്ങളിൽ ഇതുപോലൊരു വെളിപാട് ലഭിക്കുവാൻ ആഗ്രഹിക്കാം. മറ്റൊരു സന്ദേശവുമായി നിത്യജീവൻ്റെ പാത അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. നവീകരണത്തിന്റെ ജീവിതാനുഭവങ്ങളും ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, നിത്യജീവന്റെ പാത, ശാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4688. ഇമെയിൽ info@shalomonline.net.